മനുഷ്യരിൽ കണ്ടിട്ടുണ്ട് ദൈവത്തെ. ഞാൻ ഇടയ്ക്ക് കയറുന്നല്ല, ഞാൻ ചില ഗസ്റ്റുകളുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, നല്ല ഉത്തരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ ലൈഫിൽ വന്ന ദൈവത്തിൻ്റെ ഒരു കൈ എന്ന് ചോദ്യമുണ്ട്. അതാണോ ഈ പറയുന്ന, അല്ലെങ്കിൽ അത് ഒരുപാട് വലിയ ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമല്ല, ചെറിയ കാര്യങ്ങളായിരിക്കും. പക്ഷെ നമുക്ക് അവരിലൊരു ദൈവത്തിൻ്റെ ഇതിൽ കാണാൻ പറ്റും. നമ്മൾ ഒറ്റയ്ക്കായി എന്ന് തോന്നുന്ന സമയത്തൊക്കെ അത് പെട്ടെന്ന് ഒരാളിലൂടെ ആയിരിക്കും വരുന്നത്. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്, അതങ്ങനെ പറയാൻ കാരണം എനിക്ക് ഒത്തിരി ഹെൽപ്പ് ഉണ്ടായിട്ടുള്ളത് സ്ട്രേഞ്ചേഴ്സിൽ നിന്ന്. ഞാൻ എക്സ്പെക്ട് ചെയ്ത ആളുകളൊന്നും തന്നെ ഹെൽപ്പ്, നമ്മൾ പറയുമല്ലോ ഹെൽപ്പ് അല്ലെങ്കിൽ ഒരു സഹായം, ചെറുതാണെങ്കിലും വലുതാണെങ്കിലും, എനിക്ക് വന്നിട്ടുള്ള എല്ലാം സ്ട്രേഞ്ചേഴ്സ്. അപ്പം ഇവരെങ്ങനെ വന്നു? അതിലൊരു ദൈവത്തിൻ്റെ കൈയുള്ളതുകൊണ്ടല്ലോ. അപ്പം അതെനിക്ക് അങ്ങനെ ഞാൻ അതിൽ വിശ്വസിച്ചു തുടങ്ങി. ശരിയല്ലേ? ഒരു എക്സാമ്പിൾ പറയാൻ പറ്റും? അങ്ങനെ പറഞ്ഞാൽ അത് ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം, ചിലത് വലുതായിരിക്കാം. ഇപ്പം കരിയർ എടുത്താലും അല്ലെങ്കിൽ ലൈഫിൽ തന്നെ പേഴ്സണൽ കാര്യങ്ങൾ എടുത്താലും ഒക്കെ ഒരു ദൈവത്തിൻ്റെ ഒരു ഫീൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. അവർ വന്നതുകൊണ്ടായിരിക്കും അങ്ങനെ വന്നത്. പെട്ടെന്ന് ആ റൂട്ട് വേറെ തിരിഞ്ഞു പോവും, ആ റൂട്ട് നല്ലതായിരുന്നു, നല്ലതിന് വേണ്ടിയിട്ടായിരുന്നു, അങ്ങനെയൊക്കെ ഞാൻ ചിന്തിക്കുന്ന ഒരാളാണ്. നല്ലതാണ് എല്ലാം എന്ന് ചിന്തിക്കുന്ന, എല്ലാം നല്ലതിനെന്നൊക്കെ പണ്ടൊക്കെ കേൾക്കുമ്പോൾ എന്ത് നല്ലതിനെന്നൊക്കെ പറഞ്ഞിരുന്ന ആളാണ്. പക്ഷെ ആലോചിക്കുമ്പോൾ സോ ഫാർ സോ ഗുഡ് എന്ന് പറയില്ല, എല്ലാം നല്ലതിനാണ്, അങ്ങനത്തെ ഒരു ഫീലാണ് പോകുന്നത്. ഇത് കണക്ട് ചെയ്ത് ചാക്കോച്ചൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചാക്കോച്ചൻ പറഞ്ഞ ഇൻസിഡൻ്റ് ഉണ്ട്. ചാക്കോച്ചൻ വലിയൊരു കെയർ കൊടുക്കാത്ത ഒരു വ്യക്തി, വലിയ അധികം മൈൻഡ് ചെയ്യാത്ത ഒരു വ്യക്തി, എത്ര പരിചയമൊന്നുമില്ല. ചാക്കോച്ചന് വലിയൊരു സ്ട്രഗിൾ വന്ന ഒരു സമയത്ത് ചാക്കോച്ചൻ പ്രതീക്ഷിച്ച ആരിൽ നിന്നും അദ്ദേഹത്തിനൊരു സഹായം വന്നില്ല. ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഈ വ്യക്തി വന്ന് ചാക്കോച്ചൻ്റെ ആ ആവശ്യം എന്താണോ അത് മുഴുവൻ കൊടുത്തിട്ട് ഇദ്ദേഹം പോയി എന്ന് പറയുന്നത്. ഇന്നും ചാക്കോച്ചൻ അത് എന്ന് പറയുമ്പോൾ ചാക്കോച്ചൻ അത് പറയുന്ന ഫീലിൽ നമുക്ക് കിട്ടും എത്രത്തോളം ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ചാക്കോച്ചൻ ആ വ്യക്തിയുടെ അടുത്തുണ്ട്. അപ്പം ഇതേ ചോദ്യമായിരുന്നു ചാക്കോച്ചൻ ചോദിച്ചത്, ദൈവത്തിന്റെ കൈ എന്നുള്ള. അപ്പൊ അദ്ദേഹത്തിനാണ് ചാക്കോച്ചൻ ദൈവത്തിന്റെ കൈ. എനിക്കങ്ങനെ അങ്ങനെ പ്രത്യേകം പറയാനില്ല, ഒരുപാട് കുട്ടി ഇൻസിഡൻസും എനിക്കൊരു ആകത്തൊക്കെ എനിക്കിപ്പോഴും പറയാനുള്ളൂ. ഇപ്പം ഞാൻ ചോദിക്കും, പ്രതീക്ഷിച്ചവരിൽ നിന്ന് സഹായം കിട്ടിയില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പം നമ്മളിപ്പോൾ ഒരാൾക്ക് നമ്മളൊരു കാര്യം ചെയ്തു കൊടുക്കുന്നു. ഇപ്പം എന്തെങ്കിലും ഒരു സാധനം നമ്മളെ കൊണ്ട് അവർക്കൊരു ഗുണം ഉണ്ടാവുന്നതിന് നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കും. അപ്പം നമ്മളത് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ അതിഥി ഒരാൾക്കൊരു സഹായം ചെയ്ത് കൊടുത്തു കഴിയുമ്പം അത് അവരിൽ നിന്ന് തിരിച്ചൊരു നന്ദി, അല്ലെങ്കിൽ എനിക്കൊരു ഹെൽപ്പ് വരുമ്പോൾ ഇവർ തിരിച്ച് ചെയ്യും, അത് എപ്പോഴും പ്രതീക്ഷിച്ചിരിക്കുന്നതാണ്. പ്രതീക്ഷിച്ചിട്ടുള്ള ഒരാളാണ്, പ്രതീക്ഷിക്കാറുണ്ട്, മനുഷ്യരല്ലേ. അപ്പം ഞാനാണെങ്കിലും എന്തെങ്കിലും ചെയ്യുമ്പോൾ ഞാൻ വിചാരിക്കാം എപ്പോഴെങ്കിലും ഒരു നന്ദിയൊക്കെ ഉണ്ടാവും. അത് കിട്ടാൻ വേണ്ടി ചെയ്യണതല്ല, നമ്മൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അവർക്കത് എന്തെങ്കിലും ഓർമ്മയിൽ ഉണ്ടാവുമല്ലോ എന്നൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാവും. ഇന്നെനിക്കതില്ല, ഇന്നെനിക്ക് ഒന്നിനോടുമില്ല. ഞാൻ എനിക്ക് ചെയ്യാനുള്ളത് പോവാ. അതിലേക്ക് ഒരു അവെയർനെസ് ആണ് ഇപ്പം എനിക്കുള്ളത്. അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, അല്ലാതെ കംപ്ലീറ്റ്ലി ആയെന്ന് പറയാൻ പറ്റില്ല പല കാര്യങ്ങളിലും. പക്ഷെ ഇപ്പം ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്ത്, കാരണം ഇടയ്ക്ക് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ വിഷമങ്ങളാണ് ഈ റിയലൈസേഷൻ ഉണ്ടാക്കുന്നത്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത ആളുകൾ നമുക്ക് തിരിച്ചങ്ങനെ എല്ലാവരും നമ്മളുടെ അടുത്തുനിന്ന് ആലോചിക്കുമ്പോൾ പിന്നെ നമുക്കതൊരു വിഷമമായിരിക്കും, കരയും, അല്ലെങ്കിൽ നമ്മൾ അതിലൂടെ ഗോ ത്രൂ ചെയ്യും, സിറ്റ് വിത്ത് ഇറ്റ് എന്ന് പറയും നമ്മൾ ഒരു കാര്യം വന്നാൽ. അല്ലാതെ അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാതെ അതിലൂടെ തന്നെ കടന്നു പോവാം. പിന്നെ നമുക്ക് റിയലൈസേഷൻ, വീണ്ടും അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ പിന്നെ ആ എക്സ്പെക്റ്റേഷൻ ഉണ്ടാവില്ല. പിന്നെ നമുക്ക് ഭയങ്കര സന്തോഷം, ഓക്കെയാണ് ഞാൻ, ഓക്കെ ഫൈൻ, ആ ഒരു മൂഡ് വരും. ആ ഒരു ഇമോഷണലൊക്കെ ആ സ്റ്റേജൊക്കെ കഴിഞ്ഞ് അടുത്ത ലെവലിലേക്ക് ചവിട്ടിയല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഹാൻഡിൽ ചെയ്യാൻ, ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ, അതൊക്കെ എനിക്ക് മെച്ചൂരിറ്റി വരുന്നതിൻ്റെ ആയിരിക്കും, പ്രായം മാറുന്നതിൻ്റെ ആയിരിക്കും ഒരു പക്ഷേ മാറുന്നത്. അറിയില്ല, അതെന്തെങ്കിലും ബുക്സ് വായിക്കുന്നതിൻ്റെ ആയിരിക്കും. ഇല്ല, ബുക്സ് വായന കുറവുള്ള ആളാണ് ഞാൻ പഠിച്ചിരിക്കുന്ന എൻ്റെ ഓൺ എക്സ്പീരിയൻസ് തന്നെയാണ്. അത് പറയുമ്പോൾ ഇപ്പോൾ വിചാരിക്കും വലിയ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള, അങ്ങനെയല്ല. നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഒന്ന് ഒബ്സർവ് ചെയ്താൽ നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അത് നല്ല രീതിയിൽ കാണുന്നതുകൊണ്ട് എനിക്കത് ഓക്കെയാണ്. ഓക്കെ, ഒരു സെലിബ്രിറ്റി ആയിട്ട് നിൽക്കുമ്പോൾ നമുക്ക് ആൾക്കാരിലെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു, ഇപ്പോൾ ആൾക്കാർ നമ്മളോടൊന്ന് മിണ്ടുന്നു, നമുക്ക് അവരുടെ അല്ലെങ്കിൽ കുറച്ച് പേര് നിന്ന് കഴിയുമ്പോൾ നമ്മളെല്ലാവരും പോയി വിഷ് ചെയ്യും, നമുക്ക് അവരുടെ ഒരു ഗുഡ് ബുക്കിൽ കയറുക എന്ന് പറഞ്ഞാൽ അറിഞ്ഞോ അറിയാതെയോ ഒരു സെലിബ്രിറ്റിയുടെ ഉള്ളിലൊരു ഉപബോധ മനസ്സിലുള്ള ഒരു കാര്യമാണ്. അപ്പം ഇപ്പോൾ അതിഥിയുടെ ഒരു മൂഡ് ഓഫ് ആണെന്നുണ്ടെങ്കിൽ, ഇപ്പം അതിഥി വരുന്ന സമയത്ത് ഇപ്പോഴാണെന്നുണ്ടെങ്കിലും അതിയുടെ മൈൻഡ് ഓക്കെ അല്ലെങ്കിൽ ഇന്റർവ്യൂവിൽ അതിഥിക്ക് ഒരിക്കലും അത് കാണിക്കാൻ പറ്റില്ല. അപ്പം എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ വളരെ ഹാപ്പി ആയിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അതിഥിയുടെ ഉള്ളിൽ ചിലപ്പോൾ അതിഥി വേറെ നിങ്ങൾ ഡിസ്റ്റർബ് ആണ്, അതിഥിക്ക് പുറത്ത് കാണിക്കാൻ പറ്റില്ല. അത് നിങ്ങൾക്ക് ഒരു സ്വാതന്ത്ര്യം ഇല്ല, കാരണം അതിഥി ഒരു സെലിബ്രിറ്റിയാണ്. അപ്പം ഈ ഗുഡ് ബുക്കിൽ ഇടം നേടി എല്ലാവരെയും പ്ലീസ് ചെയ്ത് പോവുക എന്നതിനും അപ്പുറം ആ ഒരു ഷെല്ല് ബ്രേക്ക് ചെയ്ത്, അല്ലെങ്കിൽ ഇപ്പം ഒരു സുഹൃത്ത് വരുന്നു,
ഒരു സുഹൃത്ത് കൊണ്ട് ഒരു പടത്തിന്റെ കഥ പറയണമെന്ന് പറഞ്ഞു. അപ്പം പെട്ടെന്ന് മനസ്സിൽ വന്നത് ഇത് ചെയ്താൽ വളരെ മോശമാണ്, എന്നാൽ ഇത് കൂട്ടുകാരനാണ്, എന്ത് ചെയ്യാൻ പറ്റും, ഇവരെ പിണക്കാനും പറ്റില്ല. അങ്ങനെ സിറ്റുവേഷനിൽ ഒരുപാട് നടീനന്മാർക്ക് അങ്ങനത്തെ അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ആ ഒരു ഷെല്ല് ബ്രേക്ക് ചെയ്തൊരു നോ പറയാനൊക്കെ പഠിക്കുന്ന ഒരു സമയം എന്നായിരുന്നു? നോ ഇപ്പം നോ പറയുന്ന ജീവിതത്തിലാണെന്നുണ്ടെങ്കിലും കരിയറിലാണെന്നുണ്ടെങ്കിലും നോ പറയാൻ? പിന്നെ ഇപ്പൊ നോ പറയും. മുൻപ് ഒത്തിരി ഈ പറഞ്ഞ ബുദ്ധിമുട്ട്, അവർക്ക് വിഷമാവോ, അല്ലെങ്കിൽ നമ്മളടുത്ത് അത്രയും ഇഷ്ടമുള്ളതുകൊണ്ടാണല്ലോ എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ആദ്യമൊക്കെ ആ വിഷമം ഉണ്ടായിരുന്നു. അത് ഞാൻ നേരത്തെ പറഞ്ഞു, പലതും അതിലൂടെ പോയിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇങ്ങനെയല്ല, ഇങ്ങനെ ആവണം എന്നൊക്കെ. അപ്പോൾ ഇപ്പം നോ പറയാൻ അറിയാം, എന്ന് കരുതി ഹാർഷായിട്ട്. ഇപ്പം നമ്മളാരും വലുതും ചെറുതൊന്നും അല്ല ആരുടെ അടുത്തും. നമുക്ക് പറയുന്ന രീതികളുണ്ടല്ലോ, അപ്പോൾ അവർക്കും വിഷമില്ലാത്ത രീതിയിൽ നോ അവതരിപ്പിക്കാൻ പറ്റും ഇപ്പോൾ. അതെ. ഈ ഒരു 5 വർഷം മുന്നത്തെ അതിഥിയും ഇപ്പോഴത്തെ അതിഥിയും തമ്മിൽ ഈ അതിഥി ആ അതിഥി എങ്ങനെയായിരിക്കുന്നു വിലയിരുത്തുന്നത്? ആ അതിഥി ഭയങ്കര അല്ല, ഇതൊക്കെ ബുദ്ധിമുട്ട്. എന്താ അങ്ങനെ കംപ്ലൈൻറ്റ്സ്, നമുക്ക് ഫുള്ള് എന്താ പറയുക, ബഹളങ്ങളായിരുന്നു. ഫുൾ ബഹളങ്ങളുള്ളൊരു അതിഥിയായിരുന്നു. കാരണം അതെന്താ അങ്ങനെ ഭയങ്കര ടെൻഷൻ അടിക്കുന്ന, എല്ലാത്തിനും എന്താ അങ്ങനെ വന്നത്, എന്നോട് എന്തിങ്ങനെ വന്നത്, അങ്ങനെയൊക്കെ എനിക്ക് ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം എനിക്കത് ഇല്ല, കുറച്ചും കൂടി പീസ്ഫുള്ളാണ്. ഇപ്പം ഈ നേരത്തെ പറഞ്ഞ സെലിബ്രിറ്റി സ്റ്റാർഡം തന്നെ കണക്ട് ചെയ്ത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ചിരിച്ച മുഖം ഒഴിഞ്ഞാണെങ്കിൽ എവിടെ ഇറങ്ങാൻ പറ്റത്തുള്ളൂ? ചിരിച്ചുകൊണ്ട് മാത്രം ഇറങ്ങാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഒരു തിയേറ്ററിൽ നിന്ന് പടം കണ്ടിട്ട് ഇറങ്ങി, ഇപ്പോൾ വെറുതെ അതിഥി അടിച്ചു കൊടുത്താലും തിയേറ്ററിൽ പടം കണ്ടിറങ്ങുന്ന ഒരുപാട് ഷോർട്സ് വരും. എല്ലാത്തിനും വളരെ ചിരിച്ച് എല്ലാവരെയും ചിരിച്ച് കാണിച്ചിട്ടാണ് ഇറങ്ങുന്നത്. ഈ സെയിം പ്ലീസ് ചെയ്യുന്ന ഈ ഒരു ഇപ്പം സെലിബ്രിറ്റി ആയതുകൊണ്ട് മാത്രം നമുക്ക് നമ്മുടെ റിയൽ ആയിട്ടുള്ളൊരു ഇമോഷൻ വീടിന് പുറത്തിറങ്ങി കാണിക്കാൻ പറ്റില്ലാത്തൊരു സിറ്റുവേഷനിലാണ് ഓൾമോസ്റ്റ് എല്ലാ സെലിബ്രിറ്റീസും. വിരൽ എണ്ണാവുന്ന ആൾക്കാരൊക്കെ അല്ലാതെ ഉള്ളൂ. അപ്പം അവരൊക്കെ റിയൽ ആയിട്ട് നിൽക്കുമ്പോൾ അവർ ചാടാന്ന് പറയുന്നത് തെറി വിളിക്കുന്നത് കേൾക്കുന്നുണ്ട്. അല്ലാതെ പ്ലീസ് ചെയ്ത് പോകുന്നത് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഉണ്ടായിരുന്നു സെലിബ്രിറ്റി തോന്നിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ തോന്നിയിട്ടില്ല. പിന്നെ ഞാനിങ്ങനെ എപ്പോഴും ചിരിച്ച മുഖം മാത്രമല്ല, എൻ്റെ ചില വീഡിയോസാണ് ഇങ്ങനെയൊക്കെ ഒരു ഇതില്ലാത്ത എല്ലാവരും എന്നോട് പറഞ്ഞ് എനിക്ക് ജാടയുള്ള മുഖം എന്ന് പറഞ്ഞിട്ടുണ്ട്. കുറെ പേര് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ വിചാരിച്ചു എനിക്ക് ഭയങ്കര ജാടയാണ്, മിണ്ടാൻ ഇത്തിരി. ഞാൻ ആക്ച്വലി ചിന്തിക്കും, ഞാൻ അവിടെ പോയിട്ട് എനിക്ക് ഒരാളെ പോയി ബുദ്ധിമുട്ടിക്കണം. ഞാൻ കൈൻഡ് ഓഫ് ഇപ്പം എല്ലാവരും പറഞ്ഞൊരു വേർഡ് ഉണ്ടല്ലോ, ആംബിവേർട്ട്, അതാണ്. അപ്പം ഞാനായിട്ട് വിചാരിച്ച് അവിടെ പോയി ഇനി അവരെ ബുദ്ധിമുട്ടിക്കേണ്ടെന്നുള്ളൊരു സംഭവങ്ങളുണ്ടാവും. അപ്പോൾ ചിലപ്പോൾ എൻ്റെ മുഖത്ത് ചിരി വരില്ല. ഞാൻ ചിലപ്പോൾ എന്താണ് പറയേണ്ടത്, ഇനിയിപ്പോൾ ഇങ്ങനെ നിൽക്കണോ, അതിൻ്റെ ഒക്കെ എൻ്റെ മുഖത്ത് വരും. എന്താണെങ്കിലും എനിക്കൊരു ദേഷ്യമാണെങ്കിലും എനിക്ക് കംഫർട്ട് അല്ല എന്നുള്ളതുണ്ടെങ്കിലൊക്കെ മുഖത്ത് വരും. അത് വരും, എങ്ങനെ പോയാലും വരും. ചിലപ്പോൾ വെറുതെ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും വിചാരിച്ചിരിക്കും, പക്ഷെ മുഖത്ത് ഇങ്ങനെ സൈലൻസ് ആയതുകൊണ്ട് എല്ലാവരും വിചാരിക്കും ജാടയാന്ന്. അങ്ങനെയൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ആരെങ്കിലും പിണങ്ങിയിട്ടൊക്കെ ഉണ്ടോ സിമ്പിളായിട്ട്? അല്ലെങ്കിൽ ഇപ്പം പണ്ട് ഞാനിത് ഇന്നസെൻസ് സാറ് പറഞ്ഞിട്ടുണ്ട്, മാനാർമത്തായി സിനിമയുടെ ലൊക്കേഷനിൽ വാണി വിശ്വനാഥ്, വാണി വിശ്വനാഥ് അദ്ദേഹം അവർ വന്ന് ഷൂട്ടിനിടുന്ന സമയത്ത് ഇന്നസെൻസ് സാറിന് മിണ്ടണമെന്നുണ്ട്, എന്ന് ഇവരൊന്നും മിണ്ടണമില്ല. ഓ ഇത്ര ജാട പുറത്തുനിന്ന് വന്ന കർണാടകയാണല്ലോ കുറേ ദിവസങ്ങളിൽ ഇന്നസെൻസ് സാറ് മിണ്ടിയില്ല. പിന്നെ മനസ്സിലാവണേ അന്ന് മലയാളം അറിയാൻ പാടാത്ത പുള്ളിക്കാരി പേടിച്ചിരിക്കുവായിരുന്നു, എന്ത് മിണ്ടും, എങ്ങനെ മിണ്ടും എന്നുള്ള. നമ്മൾ കാണുന്ന കാഴ്ചപ്പാടുകൾ തെറ്റാണ് എന്ന് ഇന്നസെൻസ് സാറ് പറഞ്ഞു വെച്ചൊരു സ്റ്റേറ്റ്മെന്റിന് എക്സാമ്പിൾ ആണ്. അതല്ല ഇത് പറഞ്ഞപ്പോ ഞാനത് പെട്ടെന്ന് ശരിയാണ്. പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടോ ആരെങ്കിലും നിസ്സാരമായിട്ടാണെന്നുണ്ടെങ്കിൽ? എന്റെ കൂടെ വർക്ക് ചെയ്തിട്ടൊക്കെ തന്നെ ഒരു 5 ദിവസമൊക്കെ കഴിയുമ്പോൾ അവർ പറയും, ഞാൻ വിചാരിച്ചു നീ ഭയങ്കര ജാട, മിണ്ടില്ല, നീ ഓരോന്നും നിന്റെ വിചാരം എന്നൊക്കെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അങ്ങനെ ഞങ്ങൾക്ക് തോന്നിയ. പക്ഷെ ഒന്നുമില്ല, വാ തുറന്നപ്പോ പോയി.